വെൽക്കം ഓൾ. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന നെക്സ്റ്റ് പോർഷനാണ് ഈ ഒരു റെക്കോർഡ് ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള പോർഷൻസ് എവിടെയെങ്കിലും നടന്നുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ് ഡ്രോപ്പ് ഔട്ടായിട്ട് ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തവർ ഏത് പോർഷൻ തുടങ്ങിയിട്ടാണ് അവർ സ്റ്റോപ്പ് ആയത് എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ പോർഷൻസ് സെപ്പറേറ്റ് പറഞ്ഞു തരാം. നിലവിൽ ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ലാസ്റ്റ് ടൈമിൽ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തവർക്ക് മുൻപ് ഞാൻ എടുത്ത് നിർത്തിയത് സപ്ലൈ ചെയിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അതുകൊണ്ട് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിന് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അത് പർച്ചേസ് ചെയ്യുന്നതും സപ്ലയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അങ്ങനെ റിലേറ്റഡ് പ്രോസസ്സുകൾ ഒരുപാടുണ്ട്. സോ പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ സപ്ലയേഴ്സിനെ ഏതൊക്കെ മെറ്റീരിയൽസാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ആ പർച്ചേസ് ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസിനെ കണ്ടെത്തുക, അവരുമായിട്ടുള്ള നെഗോസിയേറ്റിംഗ് പ്രോസസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അതിനുശേഷം അവരിൽ നിന്ന് ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, ദെൻ ബിസിനസ്സിന് ആവശ്യമായ സപ്ലയേഴ്സിനെ കണ്ടെത്തുന്നതും അവരിൽ നിന്ന് വേണ്ടുന്ന മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്സ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും പ്രൊക്യൂർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇവിടെ ബിഡിങ് വരുന്നുണ്ടാവും, ഗുഡ്സിൻ്റെ അക്യൂർ ചെയ്യുന്നത് വരുന്നുണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. സോ പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ജനറലി നമ്മൾക്ക് ഇവിടെ എന്താണ് നമ്മളുടെ ബൈയിങ് ഡെസിഷൻ എന്നുള്ളത്, ആ ബൈയിങ് ഡെസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ ഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പ്രൊഡക്ഷനോട് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഐറ്റംസ്, ഡയറക്റ്റ്ലി പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഐറ്റംസിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് ഈ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുകളിൽ എന്തെല്ലാം തരത്തിലുള്ള ഐറ്റംസ് ആണോ റോ മെറ്റീരിയലായിട്ടും കമ്പോണൻസ് ആയിട്ടും സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ടും ഒക്കെ നമുക്ക് ആവശ്യമായി വരുന്നത്, അതിൻ്റെ മേക്കിങ്ങിന് വേണ്ടി ആവശ്യമായി വരുന്നത്, അതെല്ലാം ഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റിൻ്റെ പെർവ്യൂവിൽ വരും. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ്, അത് നോൺ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയി വരുന്ന അക്വിസിഷൻസ് എല്ലാം ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതർ ദാൻ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് നമുക്ക് ആവശ്യമായ മറ്റ് ഓഫീസ് സപ്ലൈസ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുടെ റിക്വയർമെൻറ്റിന് ആവശ്യമായ ഐറ്റംസ്, മെഷീനറീസിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും റിപ്പയേഴ്സിന് വേണ്ടിയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസ് പോലെ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടി ആവശ്യമായി വരുന്ന ഐറ്റംസ്, ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇൻക്ലൂഡിങ് സർവീസസ് ആൻഡ് ഔട്ട്സോഴ്സിങ് സർവീസസ് എല്ലാം ചേരുന്നതാണ്. സോ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ചൊരു ഏകദേശ ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിസിനസ്സിന് ആവശ്യമായ മെറ്റീരിയൽസോ ഇൻപുട്സോ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും പ്രൊക്യൂർമെൻറ്റിൻ്റെ പെർവ്യൂവിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പെൻഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും ആവശ്യമായ സപ്ലയേഴ്സിനെ കണ്ടെത്തുന്നതും അവരെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് നമ്മളുടെ സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട്, പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട്, നെഗോസിയേഷനായി ബന്ധപ്പെട്ട്, ദെൻ ഫൈനലി ഈ ഗുഡ്സിൻ്റെ അക്വിസിഷൻ, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന റിസ്ക് മാനേജ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബൈ അപ്ലൈയിങ് പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ് വി ഹാവ് ടു സപ്പോർട്ട് ദി ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഫേം. വാട്ട് ഈസ് ദിസ് ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് അവിടെ ക്വസ്റ്റ്യൻ വരും. ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്യുന്നത്, പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലേ. അത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രോസസ്സുകൾക്ക് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ആവാം. സോ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി
ആ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത്, അത് സർവീസസ് ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് റൈറ്റ് പ്രൈസിൽ റൈറ്റ് സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ സ്പെസിഫിക്കേഷൻസിനും റിക്വയർമെൻറ്റ്സിനും അനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ നമ്മൾ ഏത് ടൈം പറയുന്നോ ആ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്ത് കറക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റിലൂടെ നമ്മളുടെ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെയും ഓപ്പറേഷണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പല പ്രോസസ്സുകളിലൂടെ കണ്ടത്. ഒരു ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ ബിസിനസ്സിന് ആവശ്യമായ പ്രൊഡക്റ്റുകളും സർവീസുകളും ഓൺ ടൈമിൽ തന്നെ അതിനാവശ്യമായ ക്വാണ്ടിറ്റിയിലും അവർ പറയുന്ന റീസണബിൾ ഉള്ള ഒരു പ്രൈസിലും അവരുടെ ലൊക്കേഷനിൽ അവരുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് എത്തുമ്പോഴാണ് ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്, പ്രൊക്യൂർമെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജ് ദ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ് ആൻഡ് ദ സപ്ലൈ ബേസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. സപ്ലൈ ബേസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുക. ദറ്റ്സ് അനദർ ഒബ്ജക്റ്റീവ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊക്യൂർമെൻറ്റിലൂടെ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ ബേസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. സോ പല കാര്യങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്താലേ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സപ്ലൈ ചെയിനിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ടീമിന്, പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിന് പല വഴികളുണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊക്യൂർമെൻറ്റ് ടീമിൻ്റെ, പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ഗോ ത്രൂ ദ അപ്രൂവ്ഡ് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. ഒരിക്കലും ലീഗലായിട്ടല്ലാത്ത ഒരു വഴികളിലൂടെയും ഒരു മെത്തേഡിലൂടെയും നമ്മൾ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാതിരിക്കുക. ദർ ഈസ് ആൻ അപ്രൂവ്ഡ് വേ ഓഫ് പ്രൊക്യൂർമെൻറ്റ്. അത് തന്നെ കറക്റ്റായിട്ട് ഓർഗനൈസേഷനിനുള്ളിൽ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. അതേപോലെ നമ്മളുടെ പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടും ഏത് എക്സ്റ്റേണൽ സോഴ്സുമായി ബിസിനസ് റിലേഷൻഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും ബേസിസിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ പരസ്പരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി നല്ല വേർഡ്. എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്പെസിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്ക്രൈബിങ് ദ റിക്വയർമെൻറ്റ്സ് ടു മേക്ക് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എക്സാക്ട് ടൈം ഇൻ്റർവെൽസിൽ നമ്മൾ ഈ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നതിന് റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിന് ആവശ്യമായ മെറ്റീരിയൽസും കമ്പണൻസും അസംബ്ലിംഗ് യൂണിറ്റ്സും ഒക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്, എന്തെല്ലാം പർച്ചേസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ റിവ്യൂ ഓഫ് സ്പെസിഫിക്കേഷൻസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഇൻ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. അതേപോലെ നമ്മളുടെ ഈ ഒരു പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. ദെൻ ഓരോ ഐറ്റംസ് എന്ന് പറയുന്നതിനെ പീരിയോഡിക് റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം. ദെൻ പർച്ചേസിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സപ്ലയറുമായിട്ടുള്ളൊരു പ്രൈമറി കോൺടാക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും നറിഷ് ചെയ്യാനും ഏറ്റവും ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാക്കാനും വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ്. ദെൻ നമ്മളുടെ റിസ്ക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റുമായി കണക്ട് ചെയ്ത് വരുന്നത്. സോ ഇൻ ഓർഡർ ടു ഓവർകം ദിസ് റിസ്ക് എലമെൻറ്റ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അനലൈസ് ദിസ് അല്ലേ. പ്രിവിയസ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയിൽ പ്രിവിയസ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളതിനെ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും വരാൻ സാധ്യതയുള്ള റിസ്ക് എലമെൻറ്റ്സിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ റിസ്ക് എലമെൻറ്റ്സിനെ നമുക്ക് കറക്റ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളുടെ എഫിഷ്യൻസിയുടെ ഭാഗമാണ്. അതേപോലെ സപ്ലയേഴ്സ്, ഏതൊക്കെ സപ്ലയേഴ്സിനെയാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്, അവരെയൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ അവർക്ക് ആവശ്യമായ പെർഫോമൻസ് വാല്യുവേഷനും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. കാരണം അതേപോലെ ഇതിൽ തന്നെ നമുക്ക് എല്ലാ സപ്ലയേഴ്സും ഒരേ കാലിബർ, ഒരേ പെർഫോമൻസ് കാണിക്കണമെന്നില്ല.
ഇതിൽ തന്നെ വളരെ നോൺ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള സപ്ലയേഴ്സും ഉണ്ടാവും. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് നോൺ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ നമുക്ക് കണ്ടെത്തിയിട്ട് അവരെ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഈ ഫൈനൽ ഗോളിലേക്ക് ബിസിനസ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ദെൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്. സോ ഈ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈസ് ദ പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. സോ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ആവശ്യമായ പോളിസീസും അവർക്ക് ആവശ്യമായ പ്രൊസീജിയേഴ്സും പ്രോസസ്സുകളും കറക്റ്റ് ടൈമിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ആ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ ടെക്നോളജിക്കൽ സപ്പോർട്ട്സ് എന്ന് പറയുന്നത് മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റേഷനുണ്ട്. ടെക്നോളജിക്കൽ സപ്പോർട്ട് ഇതിൽ ഏതൊക്കെ ഏരിയാസിൽ ആവശ്യമായി വരുന്നുണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ദെൻ പ്രൊക്യൂർമെൻറ്റ് സ്ട്രാറ്റജി ഓരോ ബിസിനസ്സിൻ്റെയും നേച്ചറും സൈസും ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നേച്ചറും ആ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരവരുടെ പ്രൊക്യൂർമെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ബിസിനസ് സ്ട്രക്ചർ നമ്മൾ ഇതുകൂടി കൺസിഡർ ചെയ്യണം. ദെൻ ഓർഗനൈസേഷന് ഓവറോൾ ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊക്യൂർമെൻറ്റിന് കഴിയണം എന്നുള്ളതാണ്. ആൻഡ് ഇനഫ് ടൈം ഇൻ്റർവെൽസിൽ എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ഓൾവേസ് സബ്ജക്റ്റ് ടു ചേഞ്ച് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായി ബിസിനസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസിനും കറക്റ്റ് ടൈമിൽ അവരെ അപ്ഡേറ്റഡ് ആക്കി നിർത്തണം എന്നുള്ളത് കൂടി നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് കൊണ്ട് ആ ഒരു സ്പെസിഫൈഡ് ടൈം ഇൻ്റർവെൽസിൽ നമ്മൾ അവർക്ക് ആവശ്യമായ എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ സ്ട്രോങ് റിലേഷൻഷിപ്സ് വിത്ത് അതർ ഗ്രൂപ്പ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൂടി അതിൻ്റെ ഭാഗമാണ്. അതായത് നമുക്ക് എപ്പോഴും നമ്മളുടെ ബിസിനസ്സിനുള്ളിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലും മറ്റുള്ള സ്റ്റാഫുകൾ തമ്മിലുമുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു റാപ്പോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഓർഡർ ടു ഡൂ ദ വർക്ക് അല്ലേ. നമുക്ക് ഈ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഈ യൂണിറ്റിയിലൂടെ മാത്രമേ ബിസിനസ്സിൻ്റെ പല ആക്ടിവിറ്റീസിനെയും വിത്തിൻ ടൈം നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിൽ എല്ലാവരും പരസ്പരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ ഫൈനൽ വർക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. സോ വളരെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആക്കുക. ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു മാർക്കറ്റ് ട്രെൻഡ്സ്, പ്രൈസ്, ക്വാളിറ്റി, ഫോർകാസ്റ്റിംഗ് ഇൻഫർമേഷൻസ്, ഡിമാൻഡ് ഇൻഫർമേഷൻസ് ഇതൊക്കെ കറക്റ്റ് ടൈമിൽ എല്ലാവരുമായിട്ട് പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്താലാണ് ഫർദർ ആയിട്ടുള്ള നമ്മൾ അത്യാവശ്യമായി ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിനൊക്കെ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കാരണക്കാരായ അവരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം അവിടെ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ഓർഗനൈസേഷൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ് ആയിരിക്കണം. ബിസിനസ്സിൻ്റെ മേജർ ഗോളും റെസ്പോൺസിബിലിറ്റിയെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്, ആ ബിസിനസ്സിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരുടെ പോളിസി എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓവറോൾ ഗോളിനെ എന്താ പറയുന്നത് അച്ചീവ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ കൂടി കോർഡിനേഷൻ്റെ ഭാഗമായി നമ്മളുടെ കൂടി ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ആ ബിസിനസ്സിൻ്റെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണം അല്ലേ. ആ രീതിയിലായിരിക്കണം നമ്മളുടെ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നതും നമ്മളുടെ പുതിയ പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതും. സോ അതാണ് സപ്പോർട്ട് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ, മെറ്റീരിയൽ പ്രൈസ് കൂടുകയാണോ, ഷോർട്ടേജസ് ഉണ്ടോ, അല്ലെങ്കിൽ സപ്ലൈയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഈ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ വരുന്ന വേരിയേഷൻസ് എങ്ങനെ ബിസിനസ്സിൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ ഓർഗനൈസേഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള കാര്യത്തിലുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദെൻ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു സഡൻ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്, അതിനാവശ്യമായ ഫണ്ട് നമ്മുടെ കയ്യിൽ ബിസിനസ്സിൽ ഉണ്ടാവുമോ, ഇതൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് ഫൈനലി
നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രൊക്യൂർമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഫൈനൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് പ്രൊക്യൂർമെൻ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.